നമസ്കാരം. പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, കഴിഞ്ഞൊരു ദിവസം ഫേസ്ബുക്കിൽ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു. അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹത്തിന് പ്രായം 40 വയസ്സോളം അടുത്തുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് ഇതുപോലെ സർക്കംസിഷൻ, അതായത് സർക്കംസിഷൻ ആവശ്യമാണോ, ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റൂട്ടീനായിട്ട് നമ്മൾ സർക്കംസിഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടി. അപ്പം ഞാൻ വിശദമായിട്ട് എന്നാൽ ഈ ഒരു വീഡിയോയിൽ കൂടെ അതിൻ്റെ കാരണം പറയാമെന്ന് വിചാരിച്ചു. സർക്കംസിഷൻ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കംസിഷൻ ആവശ്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ വളരെ ചെറുപ്രായം തൊട്ട് 80 വയസ്സോ അല്ലെങ്കിൽ 90 വയസ്സ് വരെയും നമുക്ക് സർക്കംസിഷൻ ചെയ്യാനുള്ള കാരണങ്ങളുണ്ടാകാം. വളരെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കും, ഈ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ ഈ മൂത്രത്തിൻ്റെ ടിപ്പിൽ അവിടെ മൂത്രം വന്നിട്ട് നിറഞ്ഞിട്ട് ബലൂണിങ് ഓഫ് പ്രിപ്പീസ് എന്നാണ് പറയുന്നത്. അതായത് ബലൂൺ പോലെ അറ്റം ഇങ്ങനെ വീർത്ത് വരും, എന്നിട്ട് മൂത്രം കുറേശ്ശെ പോകും. മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ തുള്ളി ഡ്രിബിൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കൊച്ചു പിള്ളേർക്ക് വളരെ ചെറുപ്രായം തൊട്ടേ ഇത് കാണും. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് സാധാരണ ഡോക്ടർമാർ പറയും, കുളിപ്പിക്കുമ്പോൾ അത് സ്കിൻ പ്രൊമോട്ട് ഇച്ചിരി ഒന്ന് വലിച്ച് അത് ഓപ്പണാക്കി കൊടുക്കണമെന്ന് പറയും. പക്ഷെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിനർത്ഥം മൂത്രം വന്ന് അവിടെ കെട്ടിക്കിടന്നിട്ട് വെളിയിലിട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അറിയാതെ അറിഞ്ഞോ ഈ കൊച്ചു കുട്ടികൾ ഇതിന് സ്ട്രെയിൻ ചെയ്യും. ഈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പ്രഷർ, അപ്പോൾ ബ്ലാഡറിൽ ഇച്ചിരി സ്ട്രെയിൻ ചെയ്ത് വേണമല്ലോ മൂത്രം വെളിയിലോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ പ്രഷർ ബ്ലാഡറിൽ വരാം. അത് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ ഇഫക്റ്റ് കിഡ്നിയിൽ വരാം. അതുകൊണ്ട് ഈ ചെറുപ്രായത്തിലൊക്കെ ആകുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ സർക്കംസിഷൻ തന്നെയാണ്. അതിനുശേഷം പിന്നെ പ്രായം കുറച്ചുകൂടി കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ചെറിയ എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് പല കാരണങ്ങൾ കൊണ്ട് അവിടെ ആ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള തൊലിയിൽ ചെറിയ ഇഞ്ചുറീസ് വരും. അപ്പോൾ ഇഞ്ചുറി വരുമ്പോൾ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ചെറിയ സ്കാറിങ് ഉണ്ടാകും. ഇപ്പം അതിനു മുമ്പ് ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ഇത് നോർമലായിട്ട് സ്കിൻ പുറമോട്ട് മാറാൻ, ക്ലീൻ ചെയ്യാൻ പറ്റും, കഴുകാനൊക്കെ പറ്റും എന്നിരിക്കെ ഇങ്ങനെയുള്ള ചെറിയ ഇഞ്ചുറീസ് വരുമ്പോൾ അത് ഹീൽ ചെയ്യും തന്നെ. എന്തെങ്കിലും ചെറിയൊരു ഓയിൻമെൻറ്റ് ഇടും, അതങ്ങ് ഹീൽ ചെയ്യും. അപ്പോൾ എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ഓൾറെഡി ഉള്ള ആ സ്കിന്ന് അതിൻ്റെ ആ ഓപ്പണിങ് ടൈറ്റായി വരും. അതിന് മൾട്ടിപ്പിൾ സ്കാറിങ് വരുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് വീണ്ടും ടൈറ്റായി വന്നിട്ട് ഈ സ്കിൻ പുറകോട്ട് മാറാത്ത ഒരു സ്റ്റേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അഡോൾസെൻറ്റോ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഏജിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് ശരിയാകത്തില്ല. ക്ലീനിങ് ശരിയാകാത്തതെന്ന് പറഞ്ഞാൽ തൊലി പുറകോട്ട് മാറ്റി ക്ലീൻ ചെയ്യാനോ കുളിക്കുമ്പോൾ അത് സോപ്പിട്ട് കഴുകാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ഇതിനകത്തൊരു ഒരു സ്മെഗ്മ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ട് അതവിടെ കെട്ടിക്കിടക്കും. അതവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് വെളിയിലിട്ട് പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവിടെ കെട്ടിക്കിടന്നാൽ ചെറിയ ഇൻഫെക്ഷൻ വരാം, പല പ്രാവശ്യമായിട്ട് ചെറിയ വേദനകൾ വരാം, ഇൻഫെക്ഷൻ വരാം. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതും കഴിഞ്ഞിട്ട് അത് അഡൽട്ട് ഏജാണ്. അത് കഴിഞ്ഞ് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ സ്കിന്ന് ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ വന്നോ, ഇതുപോലെ മുറിവുകളോ, അല്ലെങ്കിൽ നേരത്തെ ആ സ്കിൻ വന്ന് ടൈറ്റായിട്ട് പുറമോട്ട് മാറി ക്ലീൻ ചെയ്യാം. ചിലപ്പോൾ ടൈറ്റായിരിക്കാം, പുറമോട്ട് മാറുമ്പോൾ പെയിൻ ഉണ്ടാകുമായിരിക്കും, ക്ലീനിങ് ഒന്നും നടക്കാതെ വരും. അങ്ങനെ ഒരു സ്റ്റേജിലും ചിലപ്പം നമ്മൾ പുറമേ കൂടെ നോക്കുമ്പോൾ അതിനകത്ത് കല്ലിപ്പ് പോലെ കാണാം. ആ കല്ലിപ്പ് എന്ന് പറയുന്നത് വളരെ ദോഷമുള്ളതാണ്. വളരെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്കിന്നിനടിയിൽ കൂടെ നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ കല്ലിപ്പ് പോലെ, മണലിൻ്റെ കുരു പോലെ കാണാം. അത് ചിലപ്പോൾ ഒരു ക്യാൻസറിൻ്റെ തുടക്കമായിരിക്കാം. അതുകൊണ്ട് അതുപോലുള്ള ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കല്ലിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ആ സ്കിൻ റിമൂവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് സർക്കംസിഷൻ ചെറുപ്രായം തൊട്ട്, അതായത് ജനിക്കുമ്പോൾ തൊട്ടുള്ള സമയം തൊട്ട് മരിക്കുന്ന സമയം വരെ ഇടയ്ക്കുള്ള ഏത് സമയത്തും ഇത് ഒരു ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഭാവിയിൽ ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.